എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അമ്മ സംഘടനയെ പറ്റിയുള്ള വിഷയമാണ്. അതിൽ നമ്മൾ നോക്കിയപ്പം ആ ഒരു മീറ്റിങ്ങിനോടനുബന്ധിച്ച് സർവ്വ ആൾക്കാരും അങ്ങോട്ട് ശ്വേതാ മേനോനും എല്ലാവരും മല്ലിക സുമാനും എല്ലാവരും അങ്ങ് രാജിവെച്ച് അങ്ങ് പോകുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷെ പിന്നീട് പക മാറിയിട്ടില്ല, പക തീർന്നിട്ടില്ല. ശ്വേതാ മേനൊക്കെ PR ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം അൻസിബെ അപമാനിക്കാൻ, വ്യക്തിഹത്യ ചെയ്യുക, പുരുഷ ബന്ധമുണ്ട്, വെള്ളവടിയുണ്ട്, മദ്യപാനമുണ്ട്, മദ്യപിച്ചതിന്റെ ബില്ല് അവരാണ് കൊടുത്തത്, ലക്ഷ്മിപ്രിയാണ് കൊടുത്തത് എന്ന്. അപ്പൊ ഇന്നൊരു കമന്റ്, ഞാൻ ആ വീഡിയോ രാവിലെ ഇട്ടപ്പോൾ അതിനകത്ത് ഒരു കമന്റ് കണ്ട്, അല്ല അപ്പൊ ചേച്ചി ഒത്തിരി മദ്യപിക്കുമോ, കാരണം ചേച്ചി മദ്യം മേടിച്ചു കൊടുക്കണമെങ്കിൽ ചേച്ചി അപ്പൊ അത്രയും വലിയ കുടിയാണോ എന്ന് ഒരു കമന്റ് കോമഡി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പറഞ്ഞ് ക്യാൻ ചാനൽ മീഡിയ എന്ന് പറഞ്ഞുള്ള ഇൻസ്റ്റാഗ്രാമിലാണ് ആ ഒരു ഇന്റർവ്യൂ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെറിയൊരു ഇതായിട്ട് അവരതിന്റെ കൂടുതൽ ഭാഗങ്ങൾ ഇടാൻ പോകുന്നേ ഉള്ളൂ. ഒരു പ്രൊമോ വീഡിയോ ആണ് വന്നത്. അപ്പോൾ അതിനെതിരെ അൻസിബയെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഒരു വിവാഹം പോലും കഴിക്കാത്ത ഒരു പെങ്കൊച്ചിനെ വ്യക്തിഹത്യ ചെയ്യാന്ന് പറഞ്ഞ നമ്മൾ അതോർക്കണം. പക്ഷെ കമന്റ് ബോക്സ് അൻസിബയ്ക്ക് വളരെയധികം അനുകൂലം. അൻസിബ എവിടെയും പോയി കിടന്നാലെന്ത്, കൂടെ കിടന്നാൽ നിങ്ങൾക്കെന്ത് എന്നുള്ള ചോദ്യമായിരുന്നു കൂടുതലും. കാരണം ഒരു ഭർത്താവ് ഉള്ളപ്പോൾ ഭർത്താവിനെ വഞ്ചിച്ചു പോയി ഒരാളുടെ കൂടെ കിടക്കുമല്ലോ ചെയ്ത്, അങ്ങനെയാണ് കമന്റ് പോയത്. അല്ലാതെ ഇവര് ഉദ്ദേശിച്ച പോലെ അയ്യോ അൻസിബ എന്തോ വലിയ തെറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ജനങ്ങൾ അൻസിബയുടെ ഒന്നും കുറ്റപ്പെടുത്താന്നല്ലോ ഒറ്റ കമന്റ് പോലും ഇല്ല. അഥവാ കിടന്നാൽ എന്ത്, ലക്ഷ്മിക്ക് എന്ത് എന്നുള്ള ചോദ്യമാണ് കമന്റ് ബോക്സിൽ നിന്ന്. അപ്പൊ ആ കേസ് പാലാരിവട്ടത്ത് കൊണ്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് കേൾക്കുക. അൻസിബ ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്ന് അൻസിബ സമൂഹമാധ്യമങ്ങളുടെ വ്യാജവും അശ്ലീലവും നിറഞ്ഞതുമായ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ചുവെന്ന് പാലാരിവട്ടം പോലീസിൽ പരാതി നൽകി. രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, പുതിയ പരാതി കൂടി വരികയാണ്. അൻസിബ, എന്താണ് ഈ പരാതിയിൽ ആർക്കൊക്കെയാണ് പരാതി പറയുന്നത്, എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? പ്രജീഷ്, വീണ്ടും പരാതിയുമായിട്ടാണ് നടി അൻസിബ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പാലാരിവട്ടം പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ലക്ഷ്മിപ്രിയയ്ക്കും അതോടൊപ്പം തന്നെ ശ്വേതാ മേനോനും ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പരാതി. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജവും അശ്ലീലം നിറഞ്ഞതുമായിട്ടുള്ള വീഡിയോ തനിക്കെതിരെ നിർമ്മിച്ച് പ്രചരിപ്പിച്ചു എന്നതാണ് ഈ പരാതിയുടെ കാതൽ. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രവൃത്തിയാണിത്, അതോടൊപ്പം തന്നെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യമാണ് ഈ പരാതിയിൽ ബോധിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യാജവും അശ്ലീലവും നിറഞ്ഞതുമായിട്ടുള്ള പ്രചാരണം നടത്തി സ്ത്രീത്വത്തെ അപമാനിച്ച ലക്ഷ്മിപ്രിയ, അതോടൊപ്പം തന്നെ അതിന് ഒത്താശ ചെയ്തവർ, മാത്രമല്ല ഇതിന് ഗൂഢാലോചന നടത്തിയതിൽ പ്രധാനിയാണ് ശ്വേതാ മേനോൻ എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. കൂടാതെ ശ്വേതാ മേനോൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു തിരുവനന്തപുരത്തെ PR ഏജൻസിയുമായി കരാർ ഉണ്ടാക്കി എന്ന ആരോപണവും ഈ പരാതിയിൽ ഉയർത്തുന്നുണ്ട്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തി നടപടി സ്വീകരിക്കണം, കേസെടുത്ത് അന്വേഷണം നടത്തണം, വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമായിട്ടുള്ള കാര്യമാണിതെന്നും പരാതിയിലുണ്ട്. മാത്രമല്ല ഈ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ ഈ കമ്മിറ്റി മുഴുവനും രാജിവെച്ച് പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. തനിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ നേരത്തെ മുൻപ് പ്രചരിച്ചതാണ്. ആ ഘട്ടത്തിലാണ് ഈ പൊതുയോഗത്തിൽ ഈ കമ്മിറ്റി തന്നെ രാജിവെച്ച് പോകേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായപ്പോൾ അതിന്റെ ഒരു വൈരാഗ്യ നിമിത്തമാണ് ഇത്തരം കാര്യങ്ങൾ കൂടി ചെയ്യുന്ന തരത്തിലാണ് ഈ പരാതിയിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പാലാരിവട്ടം പോലീസിലേക്കാണ് പരാതി എത്തിയിട്ടുള്ളത്. നേരത്തെ അൻസിബ മിടിക്കായിട്ട് ഓൺ ദ സ്പോട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ രാവിലെ പറഞ്ഞ ഞാൻ ഇട്ടിരുന്ന ആ വീഡിയോ ഇനി ആരെയൊക്കെ നിങ്ങൾ കാണാതുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ലക്ഷ്മിപ്രിയ അൻസിബയെ പറ്റി പറഞ്ഞത്, വളരെ ഗൂഢാലോചനയാണ് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം. പക്ഷെ ലക്ഷ്മിപ്രിയ വൈരാഗ്യത്തിനുണ്ടാക്കിയെന്ന് ആ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇതിന്റെ പിന്നത്തെ ബ്രെയിൻ ശ്വേതാ മേനോനാണ്. ഇപ്പം അൻസിബ കൊണ്ട് കേസ് കൊടുക്കുമ്പോഴാണ് നമുക്കറിയുന്നത് പുള്ളിക്കാരത്തിയാണ്. അപ്പൊ പകയുടെ കാര്യത്തിൽ പാമ്പിന്റെ പക, ആന പക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവരാരും മോശമല്ല. പൈസ കയ്യിലേറെ ഉള്ളപ്പോൾ പക ഒക്കെ വീട്ടാൻ തോന്നുമായിരിക്കും, അങ്ങനെയായിരിക്കും. ഏതായാലും ശ്വേത രാജിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്കും ആ വെണ്ണല മഹാദേവ ക്ഷേത്രത്തെ 75 ലക്ഷം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. കണക്ക് കാണിക്കാത്തതുകൊണ്ട് തന്നെയാണ് രാജിവെക്കേണ്ടി വന്നതാണ് മാലാപാർവതി പറഞ്ഞത്. അങ്ങനെയെല്ലാം ഉള്ളതുകൊണ്ട് ഏതായാലും അൻസിബ കാര്യമായിട്ട് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചപ്പം ഇവരെ തുണച്ചുകൊണ്ടിരുന്ന ഗണേഷ് കുമാറിന് പോലും നാവ് ഇല്ലാതായിപ്പോയി. അങ്ങനെ രാജിവെച്ച് അവരെ ഇറങ്ങേണ്ടി വന്നു. പക്ഷെ പക വീട്ടാനുള്ളതെന്ന് പറഞ്ഞാൽ വീട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അതാണ് അൻസിബ ഇത്രയധികം വ്യക്തിഹത്യ ചെയ്തത്. അപ്പൊ എന്താണ് വ്യക്തിഹത്യ ചെയ്യുന്നത് കാണാത്തവരുണ്ട്, കാണുക. അൻസിബ ഹസനെ ഞാൻ ആദ്യം വാങ്ങിക്കൂട്ടുണ്ട്. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആള് വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. അപ്പോൾ ജനിച്ചു വന്ന കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ ഇതെൻ്റെ ബ്രദറാണ് എന്ന് പറഞ്ഞു. ആങ്ങളെ എങ്ങനെയാണ് മുഖം മറച്ചൊരു പെങ്ങളുടെ റൂമിൽ വരുന്നത്? മാത്രമല്ല ഇത്രയും വലിയൊരു പെങ്ങളുടെ കൂടെ ആങ്ങളെ താമസിക്കില്ലല്ലോ. ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ 7 സ്റ്റാർ ഹോട്ടലിൽ ഇവരെ താമസിക്കുന്ന ആൾക്കാരാണ്, ആധാർ കാർഡ് ഒന്നും തരാനായിട്ട് പറ്റത്തില്ല. മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്
അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെയുള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. മിഥിലാജ് അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. ശരിക്കും ഇത് കാണുമ്പോഴേ ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് ഇങ്ങനെ ഓർക്കുന്നുണ്ടോ? അൻസിബ ശരിക്കും 75 ലക്ഷത്തിന്റെ അമ്പലത്തിൽ നിന്ന് മേടിച്ച, വെണ്ണലയെന്ന് മേടിച്ച, അമ്പലത്തിൽ നിന്ന് മേടിച്ച ആ ഒരു തുകയ്ക്ക് അൻസിബ അത് അതിന്റെ ആവശ്യമില്ല എന്ന് ആദ്യമായിട്ട് എല്ലാവരും അനുകൂലിച്ച് പോയപ്പോൾ അതിന്റെ ആവശ്യമില്ല എന്ന് അൻസിബ പറഞ്ഞു. അവിടെ കല്ലുകണി തുടങ്ങി. പിന്നെ ടിനിറ്റോം മതപരിവർത്തനം നടത്തുന്ന ഇല്ലാത്ത കഥ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചു. പക്ഷെ ഈ മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞാൽ അച്ഛനും മോനും കൂടെ വന്ന് ഞങ്ങളോടൊന്നും ഒന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ള രീതി. അൻസിബ എങ്ങാണ്ട് നോയമ്പെടുത്തപ്പോൾ ആ പയ്യനും കൂടെ എങ്ങാണ്ട് എടുത്ത് എന്തൊക്കെയോ പറഞ്ഞാണ് ഇവർ അത് അങ്ങനെ ഉണ്ടാക്കി. അൻസിബ തന്നെ ഇപ്പൊ ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ട്, ശരിക്കും മുസ്ലിം വിശ്വാസം അനുസരിച്ച് അങ്ങനെ രീതിക്ക് പോകുന്ന ഒരു വ്യക്തിയൊന്നും അല്ല ഞാൻ, പിന്നെ എന്നെ ഇങ്ങനെ മത തീവ്രവാദിയാക്കുന്നതിൽ എന്താണ് കാര്യം എന്ന് ആ കുട്ടി തന്നെ ചോദിക്കുന്നുണ്ട്. പിന്നെ അടുത്ത പോയിന്റ് എന്തായാലും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മോഹൻലാലിനെയും അൻസിബയും ചേർത്ത് അപവാദം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അടുത്ത അപവാദം എന്തായിരുന്നു അറിയാം? അൻസിബയ്ക്ക് രണ്ടാനച്ഛനാണ്. അപ്പൊ ആ രണ്ടാനച്ഛനെ ചേർത്ത് അപവാദം പറഞ്ഞു. ആ കൊച്ച് തെരുതരാ മീഡിയക്ക് മുന്നിൽ വന്ന് അവിഹിതം എന്ന് പറഞ്ഞിങ്ങനെ അവിഹിതം എന്നെ കുറിച്ച് പറയാന്ന് ആ കൊച്ച് അന്ന് പറഞ്ഞപ്പം പിറ്റേ ദിവസം ലക്ഷ്മിപ്രിയ കൊടുത്ത ഒരു ഇന്റർവ്യൂല് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? നമ്മളൊക്കെ ഈ അവിഹിതം എന്ന വാക്ക് വല്ലപ്പോഴും അല്ലേ ഉപയോഗിക്കാറുള്ളൂ, നമ്മളൊന്നും സംസാരിക്കാറില്ലല്ലോ. പക്ഷെ അൻസിബ സംസാരിക്കുമ്പോ ആ കൊച്ച് കൂളായിട്ട് അവിഹിതം എന്ന് തെരുതരാ പറയുന്നു. പിന്നെ ഇവര് പറഞ്ഞുണ്ടാക്കുന്നേ ആ കൊച്ചു പിന്നെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് നമുക്കറിയില്ല. അപ്പൊ ആ അവിഹിത കഥ സ്വന്തം രണ്ടാനച്ഛനാണെങ്കിലും സ്വന്തം ആ കൊച്ചിനെ വളർത്തിക്കൊണ്ട് വന്ന അച്ഛനെങ്ങാണ്ട് അങ്ങനെയാണ് ഈ കൊച്ചിനെ സിനിമയിലേക്ക് എത്തിച്ചെന്നും പറഞ്ഞു. അങ്ങനെയുള്ള അച്ഛനെ കൂട്ടി പറയുമ്പോൾ അച്ഛനായിട്ട് കണ്ട് സ്നേഹിക്കുന്ന ഒരു കൊച്ചാണെങ്കിൽ എന്തായിരിക്കും? ഇപ്പൊ ഇന്നലെയോ മറ്റോ ഞാൻ സായികുമാറിന്റെയും ബിന്ദു പണിക്കരുടെയും കൂടെ മകളുടെ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ഇത് കേട്ടപ്പം ഞാൻ അച്ഛന്റെ അടുത്താണ് ഏറ്റവും കൊഞ്ചുകയും ഇതുകയും ചെയ്യുന്നത്. ഞാൻ അമ്മയുടെ അടുത്ത് ചെറുപ്പം തൊട്ടേ കൊഞ്ചാറില്ല. അമ്മ എന്നെ കൊഞ്ചിക്കാൻ വന്ന മുത്തേന്നൊക്കെ വിളിച്ചു വന്നാൽ എന്താ കാര്യം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്ന ആളായിരുന്നു ഞാൻ. പക്ഷെ അച്ഛന്റെ അടുത്താ കൊഞ്ചിക്കുന്നു പറയും. അപ്പൊ ആ കൊച്ചിന്റെ യഥാർത്ഥ അച്ഛനല്ലല്ലോ, രണ്ടാനച്ഛനല്ലേ. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നതനുസരിച്ച് ചെയ്യുക. അപ്പൊ അൻസിബയുടെ അച്ഛനെ ചേർത്ത് അച്ഛനെ പോലെ കാണുന്ന അച്ഛനെ ചേർത്ത് അവിഹിതം പറയുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന്റെ നീറ്റൽ എന്താ? ഇവരതും പറഞ്ഞു ഒപ്പിച്ചു. ഇവിടെ ചെന്ന് തീർക്കുമോ ഈ പാവല? അടുത്ത അതൊക്കെ ചീറ്റിപ്പോയി ജനങ്ങളൊന്നും വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കോമഡി ഉത്സവത്തിന്റെ പ്രൊഡ്യൂസർ മിഥിലാലുമായിട്ട് ഉണ്ടെന്നും പറഞ്ഞ് ഇപ്പൊ പുതിയ കഥ വന്നിരിക്കുന്നത്. ഇതിന്റെ എല്ലാം പറയും ലക്ഷ്മി മാത്രമല്ല, ലക്ഷ്മിയാണ് നമ്മൾ കുറ്റം പറഞ്ഞാൽ ലക്ഷ്മിയല്ല ശ്വേതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കോമഡി ഉത്സവത്തിന്റെ ആങ്കർ ആയിരുന്നു കുറച്ചു കാലം ആരാണ്? ഈ കുട്ടി. അപ്പൊ കഥ പറയുമ്പോൾ തെളിവ് എന്തെങ്കിലും വേണ്ടേ നമുക്ക്? അല്ലെ ഒരു ആ പരിസരത്തൂടെ പോലും പോയിട്ടില്ലെങ്കിൽ കഥയുണ്ടാക്കിയാൽ ശരിയാവുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് കോമഡി ഉത്സവത്തിന്റെ ആങ്കർ ആയിരുന്നു അൻസിബ. നന്മയുടെ വെള്ളി വെളിച്ചം തേടുന്ന പൂർണ്ണചന്ദ്രനും ഒന്ന് മാറ്റി തരൂ. വെള്ളി വെളിച്ചം പകരുന്ന പൂർണ്ണചന്ദ്രനും വെള്ളി വെളിച്ചം പകരുന്ന പൂർണ്ണചന്ദ്രനും മാനത്ത് തിളങ്ങുന്ന പൊൻതാരകങ്ങളും സമ്മാനിക്കുന്ന ചിരിയുടെ ആഘോഷരാവിന് മാനത്ത് തിളങ്ങുന്ന പൊൻതാരകങ്ങളും. ഈ കുട്ടിയെ കുറിച്ച് അവിഹിതം പറഞ്ഞല്ലേ ഒന്ന് ആലോചിച്ച്. കല്യാണം കഴിക്കാത്ത ഒരു പെങ്കൊച്ച് അതിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി അവിഹിതം തന്നെ പറഞ്ഞിങ്ങനെ ആണും പെണ്ണും ഒന്നുമില്ല, ടിനീറ്റവുമായിട്ടും ശ്വേതയായിട്ടും സർവത്ര. എനിക്ക് ഇതിന്റെ അകത്ത് മല്ലികാസുകുമാരനൊക്കെ ആദ്യം അൻസിബയ്ക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് പിന്നീട് പിന്മാറിയുണ്ടോ, തിരിച്ചിട്ടു. അതൊക്കെ ഈ വലിയ ഹൈ ഇടപാടിൽ അങ്ങോട്ട് മാറിയതായിട്ട് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. ഏതായാലും അടുത്ത ഗൂഢാലോചന ഉണ്ട്. തിരുവനന്തപുരത്ത് ഒരു PR ഏജൻസി ഏർപ്പെടുത്തിയിരിക്കുകയാണ് അവിഹിത കഥകൾ കൊണ്ട് മൂടി ആ കൊച്ചിനെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ സോഷ്യൽ മീഡിയ അൻസിബയ്ക്കൊപ്പം ഉണ്ട്. അതാണ് എനിക്കിപ്പോ അൻസിബയെ പറ്റി പറയുമ്പോൾ 100 നാക്കെന്ന് പറഞ്ഞൊരു കമന്റ്. അങ്ങനെയില്ല. ആ കുട്ടിയെ നമ്മൾ ബിഗ് ബോസ് റിവ്യൂ ചെയ്ത ആളല്ലേ ഞാൻ, ബിഗ് ബോസ് വെച്ച് കാണുന്നുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞോളൂ തന്നെ നാക്ക് വെളിയിൽ വന്ന് അതും ഇതും ഒക്കെ പറഞ്ഞു ചുമ്പോ അകത്തിരിക്കുന്ന പല്ലിന് പേടിയാണ്. കാരണം നാക്ക് പറഞ്ഞങ്ങ് അകത്തോട്ട് കയറിപ്പോവും. പല്ലാണ് അടിച്ച ആൾക്കാർ കളയുന്നത്. അപ്പൊ പല്ലിന് പേടിയാണ് നാക്കിനെന്നാ പറയുന്നത്. ആ ഒരു രീതി അൻസിബയ്ക്ക് ഇല്ലാന്ന് ഞാൻ രാവിലത്തെ വീഡിയോയും പറഞ്ഞു. അതാണ് അതിന്റെ ശരി. തലച്ചോറിൽ ആലോചിച്ചതിന് ശേഷം മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണ്. ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ഒരു ഇതും വരുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.